അസ്സലാമലൈക്കും. കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചിക്കൻ സ്വീറ്റ് കോൺ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കണം. അതിന് വേണ്ടി ഞാനൊരു പാത്രത്തിൽ 250 ഗ്രാം ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഉള്ളി മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ചെറിയ കഷ്ണം കറുപ്പ, 2 ഗ്രാമ്പൂ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 ലിറ്റർ വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ച് വെച്ച് ഒരു 30 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ചിക്കൻ സ്റ്റോക്ക് റെഡി ആകുമ്പോഴേക്ക് നമുക്ക് കോൺ വേവിച്ചെടുക്കാം. സൂപ്പ് ഇടാൻ വേണ്ടി ഒരു കോണാണ് ഉപയോഗിക്കുന്നത്. അത് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ചിക്കൻ വെച്ച് കഴിഞ്ഞിട്ട് ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് ചിക്കൻ വെന്തോ നമുക്ക് നോക്കാം. ചിക്കനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കിത് അരിപ്പിയിൽ വെച്ചിട്ട് അരിച്ചെടുക്കാം. നമുക്ക് നേരത്തെ എടുത്തു വെച്ച ചിക്കൻ സ്റ്റോക്ക് അതേ പാത്രത്തിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഒരു കോണ് 1 കപ്പ് കോണുണ്ട്. അതിൽ ഞാനൊരു 3/4 കപ്പ് കോൺ എടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. അരച്ചെടുത്ത കോൺ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മറ്റേ ചിക്കൻ സ്റ്റോക്കിൽ നിന്ന് അരിച്ചെടുത്ത ചിക്കന് ഞാൻ ചെറുതായി മുള്ളി എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ മാറ്റി വെച്ച കോണും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ ചിക്കൻ വേവിക്കുമ്പോൾ ഞാൻ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ടായിന്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. അല്ല വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം. ചിക്കൻ വേവിക്കുമ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിന്. ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് അവരുടെ ആവശ്യത്തിന് ഇഷ്ടത്തിന് ഇട്ട് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി നല്ലപോലെ യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കും. സൂപ്പിന് നല്ല കട്ടി കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് കോൺഫ്ലവർ കലക്കി വയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കട്ടിയൊന്നും ഇല്ലാതെ കലക്കിയെടുക്കാം. നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നല്ലൊരു മണമൊക്കെ വന്ന് ഇതിലേക്ക് നമുക്ക് നേരത്തെ കലക്കി വെച്ച കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കണം. കലക്കി വെച്ച കോൺഫ്ലവർ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി ഈ കോൺഫ്ലവറിൻ്റെ പച്ച ചുവ മാറുന്നവരെ നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. നല്ലപോലെ തിളച്ച് സൂപ്പൊന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് സ്പ്രിംഗ് ഓനിയൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുട്ടൻ്റെ വെള്ളം ചെറുതായി ഒന്ന് ബീറ്റ് ചെയ്തിട്ട് കുറച്ചായിട്ട് ഒരു കൈ കൊണ്ട് ഒഴിച്ചു കൊടുക്കുക, മറ്റേ കൈ കൊണ്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം കിട്ടുന്ന സൂപ്പിൻ്റെ അതേ ടെക്സ്ചറും ആയിരിക്കും. പിന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കും, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ലൂസോടെ ആവുകയാണെങ്കിൽ ആ മുട്ട പൊട്ടിച്ച് വെച്ച് ഇളക്കി അത് അവിടെ തന്നെ ഓഫ് ചെയ്ത് കൊടുക്കുക. കുറച്ചും കൂടി കട്ടി വേണമെങ്കിൽ ഒന്നും കൂടി തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ചെറുക്കിയും കൂടി ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ചിക്കൻ സ്വീറ്റ് കോൺ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതിനെ ചൂടോടെ തന്നെ സൂപ്പ് ബോളിലേക്ക് മാറ്റിയിട്ട് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.
അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.